ഹായ്, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷകരമായ ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ തായ്ലാൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. ഇവിടെ ഒരുപാട് എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മുടെ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്ത 2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മളൊക്കെ പല ആളുകളും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, എന്നെക്കൊണ്ട് നടക്കുമോ, എനിക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. 2 വ്യക്തികളെ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് വന്ന നമ്മുടെ പാർവതി ചേച്ചിയും മിനി ചേച്ചിയും. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുക, ഈ പ്രായത്തിൽ നടക്കുമോ, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് നടക്കുമോ, എന്തൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് ഇവരുടെ എത്ര വയസ്സാണ് മിനി ചേച്ചിക്ക്? 60 വയസ്സ്. പാർവതി ചേച്ചിക്ക് 65 വയസ്സും 60 വയസ്സുള്ള നമ്മുടെ 2 അമ്മമാരാണ് ഞങ്ങളുടെ കൂടെ തായ്ലാൻഡിൽ അടിച്ച് പൊളിച്ച് നിന്നത്. ഇപ്പം ഞാൻ വരുമ്പോൾ ലിഫ്റ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മിനി ചേച്ചിയോട് ചോദിച്ചു, നെക്സ്റ്റ് ഒരു ട്രിപ്പ് നിങ്ങൾ അച്ചീവ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ മലേഷ്യയോ സിംഗപ്പൂർ എങ്ങാനും ആയിട്ട് വരുമോ എന്ന് വെച്ചു. എന്തായാലും മോളെ, എങ്ങനെയായാലും ഞാനതൊക്കെ ചെയ്യുന്ന പറഞ്ഞത്. അത്രയ്ക്കും എനർജിയോടെ മോദി കേരള അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ മറ്റൊരാൾക്കും ഇത്ര എനർജിയോടുകൂടി നിൽക്കാൻ പറ്റില്ല. നമുക്ക് മിനി ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം. മിനി ചേച്ചി എങ്ങനെയാണ് മോദി കേരളയ്ക്ക് വന്നത്, എങ്ങനെയാണ് ഇത്ര സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തതെന്നൊക്കെ ഒന്ന്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് മോദി കെയർ പരിചയപ്പെടുത്തിയത്. പക്ഷെ അന്നേരം ഞാൻ ഒരുപാട് വേണ്ട, ഇത് എനിക്ക് നടക്കൂല, വേണ്ട എന്നുള്ള തോന്നലായിരുന്നു. പിന്നെ അവർ എനിക്കൊരു കൈക്കൊരു അസുഖം ഉണ്ടായത് സമയത്ത് അവർ പറഞ്ഞു സോപ്പും പൊടി ഉപയോഗിച്ചാൽ അസുഖം മാറും. അപ്പോൾ ഇതൊക്കെ വെൽനെസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് അസുഖം മാറി കിട്ടി. ഇപ്പോൾ ഞാൻ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം മാറ്റി. പിന്നെ എനിക്ക് ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടി ഞാനിത് തന്നെ കഴിച്ച് ഞാൻ 7 വർഷമായി ഇപ്പം മോദി കെയറിൽ വന്നിട്ട് ഇതുവരെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വരുമാനത്തിൽ എത്തിപ്പെടാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഒരു ടൂർ അച്ചീവ് ചെയ്യാനായി ഇതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ടൂർ എനിക്ക് വരാനേ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ജീവിതം ആദ്യമായിട്ട് ഞാനിതൊക്കെ സ്വപ്നത്തിലാണോ എന്ന് എനിക്ക് തോന്നുന്നത്. സ്വപ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മോദി കെയർ മാത്രമേ ഉള്ളൂ. മോദി കെയറിൽ ഏതൊരു മനുഷ്യനും വിജയിച്ചിട്ട് മുന്നേറാൻ പറ്റും. ഒന്നാമത്തത് നമ്മൾ ആരോഗ്യം. അതിൽ കൂടുതൽ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാവാത്തത് കൊണ്ട് എന്താ ചെയ്യാന്നപ്പം വിചാരിക്കുന്നത്. ഇത് തന്നെയെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവട്ടെ എന്നാണ് തോന്നുന്നത്. ഇനി